പ്രവേശിക സെക്കൻഡ് പേപ്പറിൻ്റെ പുസ്തകമാണിത്. ഇതിൽ 3 ഭാഗങ്ങളായിട്ടാണ് വരിക. ഒന്നാം ഭാഗം നാടകമാണ്. ഈ ഭാഗത്ത് നാടകമാണ് വരുന്നത്. രണ്ടാമത്തത് ഗാന്ധിജിയുടെ ആത്മകഥ ഓരോ ഭാഗങ്ങളായിട്ട് കൊടുത്തതാണ്. മൂന്നാം ഭാഗം ഗ്രാമറുമായിട്ടാണ് വരിക. ഇത് രണ്ടാം ഭാഗം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടാം ഭാഗത്തിലെ പ്രവേശിക രണ്ടാം ഭാഗത്തിലെ പാഠഭാഗങ്ങളാണ്. ഗാന്ധിജീൻ്റെ ആത്മകഥയിലെ ഓരോ ഭാഗങ്ങളാണ്. സത്യക സോർ അതിൽ ഫസ്റ്റ് വരുന്നത് മാം ബാപ്പ് और ജന്മ, ഗാന്ധിജിയുടെ അച്ഛൻ, അമ്മ, അതുപോലെ ഗാന്ധിജിയുടെ ജനനം. ഇതിനെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ പാഠം. ഇതിൻ്റെ ചുരുക്കരൂപം, സാരാംശമാണ് ഈ ഭാഗത്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഈ ഭാഗം വായിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതിൽ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ വിശദീകരിച്ച് കൊടുത്തതാണ് ഈ പാഠഭാഗത്തുള്ളത്. നമ്മൾ സാരാംശമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇതുപോലെയാണ് എക്സാമിനൊക്കെ എഴുതേണ്ടി വരിക. മാം ബാപ്പ് ഔർ ജന്മ. ഫസ്റ്റ് ഭാഗം ടിപ്പണിയാണ്. രണ്ടാമത് സാരാംശം. ഫസ്റ്റ് നമുക്ക് ടിപ്പണി നോക്കാം. गांधी का जन्म 2 अक्टूबर 1869 को पोरबंदर में हुआ. ഗാന്ധിജിയുടെ ജനനം 2 ഒക്ടോബർ 1869 പോർബന്ദറിൽ ആയിരുന്നു. പിതാക്കാ നാം കബാ ഗാന്ധി ഏവം മാതാക്കാ നാം പുത്തലിബായി. അച്ഛൻ്റെ പേര് കബാ ഗാന്ധി, അമ്മയുടെ പേര് പുത്തലിബായി. കബാ ഗാന്ധി എന്ന പേരിൽ ഗാന്ധിജിയുടെ അച്ഛനെ അറിയപ്പെടുന്നുണ്ട്. ഗാന്ധിജി കെ പിതാക്കോ അനുഭവ കെ ആധാർ പർ ഹി ശിക്ഷ പ്രാപ്ത ഹുയി. ഗാന്ധിജിയുടെ അച്ഛന് അനുഭവത്തിലൂടെയുള്ള വിദ്യാഭ്യാസമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ധൻ ജോഡനെ മേം ഉൻകോ ബിൽക്കുൽ ഇച്ഛ നഹീ ഥി. പണം സമ്പാദിക്കുന്നതിൽ അദ്ദേഹത്തിന് തികച്ചും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിലൊന്നും വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. ഒരുപാട് പണം സമ്പാദിച്ചു വെക്കണം എന്നുള്ള ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിക്ക് പരിവാർക്കോ വൈഷ്ണവ സമ്പ്രദായമേ അട്ടുട്ട് ശ്രദ്ധാതി. ഗാന്ധിജിയുടെ കുടുംബം വൈഷ്ണവ മതത്തിൽ ആ ഒരു ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു. एक विद्वान ब्राह्मण की सलाह से जो उनके परिवार के मित्र थे गीत പാട് പഠൻ ഹോത്താത. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ സുഹൃത്തായിരുന്ന ഒരു ബ്രാഹ്മണൻ്റെ ഉപദേശപ്രകാരം, സലാഹ് എന്ന് പറഞ്ഞാൽ ഉപദേശപ്രകാരം ഗീതാപാഠങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഗാന്ധിജിയുടെ അച്ഛന് ആണ് തുടങ്ങിയത്. ആ ബ്രാഹ്മണൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹം ഒരു കുടുംബത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിരുന്നു. അത് പ്രകാരം അദ്ദേഹം ഗീതാപാഠങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. ഗാന്ധിജിക്ക് മാതാ സാധ്വി ഏവം ഭാവുക സ്ത്രീ. ഗാന്ധിജിയുടെ അമ്മ വിശുദ്ധയും അതുപോലെ ഭക്തയുമായൊരു സ്ത്രീയായിരുന്നു. ഗാന്ധിജിക്കോ ഏക്ക് പ്രാരംഭിക പാഠശാലാമേ ഭർത്തി കിയാ ഗയ. ഗാന്ധിജിയെ പ്രാരംഭിക പാഠശാല ഗ്രാമീണ പാഠശാലയിൽ ആണ് അവിടെ അവർ ചേർത്തിയത്. വേ മന്ദബുദ്ധിക്ക് ഛാത്ര രഹേ. അദ്ദേഹം ഒരു മന്ദബുദ്ധിയ കുട്ടിയെ പോലെ ആയിരുന്നു ചെറുപ്പത്തിൽ. ഇസ് പ്രകാർ ഉൻക പ്രാരംഭിക ജീവൻ പോർബന്ദർ മേം ഹി ബീത്ത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിക്കാലമൊക്കെ പോർബന്ദറിൽ തന്നെ കഴിഞ്ഞുകൂടി. ടിപ്പണിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി സാരാംശം നോക്കാം. സാരാംശത്തിൽ അച്ഛനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ടിപ്പണിയിൽ ആ കഥയുടെ ഒരു ഗാന്ധിജിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചൊക്കെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഈ ടിപ്പണിയിൽ ഗാന്ധിജിയുടെ അച്ഛനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ഗാന്ധിജിക്ക് പിതാ കബാ ഗാന്ധി ദേശഭക്തി കുടുംബപ്രേമി സത്യപ്രിയ തഥാ ഉദാർദേ. ഗാന്ധിജിയുടെ അച്ഛൻ കബാ ഗാന്ധി ദേശഭക്തനും അതുപോലെ കുടുംബപ്രേമിയും സത്യപ്രിയനും ഉദാരമനസ്കനുമായിരുന്നു. ആജ്കൽ അപ്പർ പ്രൈമറി മേ ജോ ശിക്ഷ ദി ജാത്തി തി. ഇന്നത്തെ ഒരു UP തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു ഗാന്ധിജിയുടെ അച്ഛന് ഉണ്ടായിരുന്നത്. ഉൻകി ഹി ശിക്ഷ ഗാന്ധിജിക്ക് പിതാജിനെ പായി. അത്രയും വിദ്യാഭ്യാസം അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അനുഭവക്കെ ജ്ഞാൻ സേ ഉനോ ബഹുത് സി ബാത്തേ സീഖ് ലി. അനുഭവത്തിലൂടെയുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് വളരെ വലുതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഉന്മേ വ്യവഹാരിക് ജ്ഞാൻ ബഹുത്തത. അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ വിദ്യാഭ്യാസം, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിവുകളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. വ്യവഹാരിക ജ്ഞാൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അറിവ്. റിഷ്വത്ത് ജൈസേ പൂരെ ആചാരൻ സേ വേ കോസവും ദൂർ ഥേ. റിഷ്വത്ത് അതുപോലെ അനാചാരങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം
വിട്ടുനിന്നിരുന്നു. അതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. കൈക്കൂലി, അതുപോലെ അനാചാരങ്ങൾ, അതിലൊക്കെ അദ്ദേഹം അകന്നു നിൽക്കുമായിരുന്നു. ഇസി കാരൺ വേ അച്ഛാ ന്യായ കർത്തിയത്. ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹം നല്ലൊരു നീതിമാനായിരുന്നു. ഉൻകി ന്യായ പ്രേത ബി പ്രസിദ്ധ ഷഹർ കെ ബാഹർ ബി ഫൈലീതി. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ന്യായം, അതുപോലെ നീതിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബത്തിലും അതുപോലെ പുറത്തേക്കൊക്കെ വ്യാപിച്ചിരുന്നു. ഫൈലി എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. വേ രാജ്കോട്ട് മേ കുച്ച് സമയത്തൊക്കെ പ്രധാനമന്ത്രി. അദ്ദേഹം രാജ്കോട്ടിൽ കുറച്ച് സമയം പ്രധാനമന്ത്രി ആയിരുന്നു. ഗാന്ധിജിയുടെ അച്ഛന് രാജ്കോട്ടിൽ കുറച്ച് സമയം പ്രധാനമന്ത്രി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏക് ബാർ രാജ്കോട്ട് കെ ഠാക്കൂർ കി ജ്ഞാൻ കെ ഖിലാഫ കുച്ച് ചർച്ച ഹുയി. ഒരു തവണ രാജ്കോട്ടിൽ ഠാക്കൂർ സാഹിബുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർ തമ്മിൽ രാജ്കോട്ടിൽ ഠാക്കൂർ സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾ വന്നിരുന്നു. അത് ഈ കഥയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് ചുരുക്കിയാണ് പറയുന്നത്. അപ്പോൾ ഠാക്കൂർ സാഹിബും ഗാന്ധിജിയുടെ അച്ഛനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ചർച്ചയ്ക്കിടയായി. തബ് കബാ ഗാന്ധിനെ വിരോധ കിയാത് എന്തായി, കബാ ഗാന്ധിയോട് ഠാക്കൂർ സാഹിബിന് വിരോധം ഉണ്ടാവാനിടയായി. സാഹിബിനെ ബിഗഡ് കബാ ഗാന്ധിക്കോ മാഫി മാംഗനേക്ക് ആദേശ് ദിയ. സാഹിബ് മോശമായി പെരുമാറിക്കൊണ്ട് ഗാന്ധിജിയുടെ പിതാവിനെ കൊണ്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു. पर उन्होंने माफ़ी मांगने से इनकार कर दिया. പക്ഷേ അദ്ദേഹം മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തയ്യാറില്ല. അദ്ദേഹം അത് തിരസ്കരിച്ചു. ഇൻകാർ കർണ എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കുക. അതാ കുച്ച് ഘടേ ഹവാലത്ത് മേ രഹ്ന പട. കുറച്ച് സമയം ഹവാലത്ത് ജയിലിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ജയിലിലിടാൻ വേണ്ടി പറഞ്ഞു. ഗാന്ധിജിയുടെ അച്ഛനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ഠാക്കൂർ സാഹിബ് ആജ്ഞാപിച്ചു. അന്ത് മേ സാഹിബിനെ ഉനോം ചോടനേക്ക് ആജ്ഞാതി. അവസാനം പക്ഷെ അതുകൊണ്ടൊന്നും ഗാന്ധിജിയുടെ അച്ഛനൊരു പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ അവസാനം എന്ത് ചെയ്തു, സാഹിബ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ഇതുവരെയാണ് അച്ഛനെ കുറിച്ച് പറയുന്നത്. ഇനി അമ്മയെ കുറിച്ചാട്ടോ പറയുന്നത്. ഗാന്ധിജിക്ക് മാതാ പുത്തലിബായി ഏക്ക് സാധ്വി തഥാ ഭാവുക സ്ത്രീ തി. ഗാന്ധിജിയുടെ അമ്മ പുത്തലിബായി ഒരു സാധ്വി തഥാ ഭാവുക സ്ത്രീ തി. വിശുദ്ധയും അതുപോലെ ഭക്തയുമായ സ്ത്രീ ആയിരുന്നു. വേ പൂജാപാട് കിയേ ബിന ഭോജൻ ന കർത്തി. അവർ പൂജകളൊന്നും കഴിയാതെ കൂടാതെ ഭോജൻ എന്ന ഭക്ഷണമൊന്നും കഴിക്കുമായിരുന്നില്ല. വൈഷ്ണവ് മന്ദിർ റോസ് ജാതി. വൈഷ്ണവ് മന്ദിർ അമ്പലത്തിൽ റോസ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിത്യവും പോകുമായിരുന്നു. ബീമാർ പട് ജാനെ പർ ബി വഹ് ലിയേ ഹുവേ വ്രതോം കോ നഹി ചോഡ്തി. ബീമാർ എന്ന് പറഞ്ഞാൽ അസുഖബാധിതയായാൽ പോലും അവർ വ്രതങ്ങളൊന്നും ഉപേക്ഷിക്കുമായിരുന്നില്ല. എല്ലാ വ്രതങ്ങളും അവർ എടുക്കും. ആ സമയത്ത് അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ അവർ ആ വ്രതം ഉപേക്ഷിക്കില്ല, അത് മുഴുവനാക്കും. അത്രക്കും അതിനോട് നീതി പുലർത്തുന്നവരായിരുന്നു അവരുടെ അമ്മ. വഹ് വ്യവഹാർ കുശൽ ബി തി और രാജദർബാർ की बहुत सी बातों जानती थी. അവർ വഹ് വ്യവഹാർ കുശൽ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റമുള്ളൊരു സ്ത്രീയായിരുന്നു. അതുപോലെ രാജദർബാറിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. റാണിവാസ് മേ വഹ് ബുദ്ധിമതി സമച്ചി ജാതി. റാണിവാസ് എന്ന് പറഞ്ഞാൽ ആ രാജ്കോട്ടിലെ രാജ്ഞിയാണ്. ഗാന്ധിജിയുടെ അമ്മ നല്ല ബുദ്ധിമതിയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. സമച്ചിന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇസ് പ്രകാർ ഉൻക പരിവാർ രാജ്യഭക്തി ഏവം സാമാജിക നൈതികത കെ ലിയെ ആദർശത. ഇപ്രകാരം അവരുടെ കുടുംബം രാജ്യഭക്തിയും രാജ്യസ്നേഹത്തോടും അതുപോലെ സാമാജിക നൈതികത എന്ന് പറഞ്ഞാൽ സാമൂഹിക സദാചാരത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു മാതൃകയാണ് ഇവരുടെ കുടുംബം. ഐസെ ഉത്തം പരിവാർമേം അങ്ങനത്തെ നല്ലൊരു കുടുംബത്തിൽ 2 ഒക്ടോബർ 1869 ഗാന്ധിജിക്ക് ജന്മ ഹുവ. അങ്ങനെ ഒരു ഉത്തമ കുടുംബത്തിലാണ് ഒക്ടോബർ 2 1869 1869 ഗാന്ധിജിയുടെ ജനനം ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഗാന്ധിജിയുടെ ജനനം, അതുപോലെ അച്ഛൻ, അമ്മ ഇവരെയൊക്കെയാണ് ഈ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക. എക്സാമിന് ഇതുപോലെയാണ് എഴുതേണ്ടി വരിക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത പാഠമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.